Hi dears, welcome back to our channel. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ ജ്വല്ലറി മേക്കിംഗ് മെറ്റീരിയൽസിനെ കുറിച്ചാണ്. നിറയെ പേര് അതിനെ പറ്റിയിട്ടാണ് കൂടുതൽ ഡൗട്ട്സ് ചോദിക്കുന്നത്. അപ്പോൾ ഇന്ന് അതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഇത് ബാങ്കിൾ ബേസ് ആണ്. നമ്മളിങ്ങനെ 4 സെറ്റായിട്ട് വാങ്ങിക്കുന്നതിന് 70 രൂപയാണ്. ഇപ്പോൾ 2x4 സൈസാണ്. ഇത് എൻ്റെ എല്ലാം കൈയിൻ്റെ അളവ് നോർമൽ ആയിട്ട് 2x4 ആണ്. നമുക്ക് പല സൈസിലും 2x6, 2x8 എല്ലാം വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഇത് വേറൊരു മോഡലാണ്. നിറയെ ഡിസൈൻസ് ഉണ്ട്. ഇത് 4 90 രൂപയാണ്. അപ്പോൾ ഇതൊക്കെ വാങ്ങിക്കുന്നതിന് കടൻ്റെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിലെങ്ങനെ നമുക്ക് സിൽക്ക് ത്രെഡൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാനൊക്കെയാണ് ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് ചെയ്യുന്ന ഡിസൈൻസൊക്കെ ചെയ്യാം. ഇത് ബാങ്കിൾ ബേസ് സിമ്പിളായിട്ട് ഒരെണ്ണത്തിന് 10 രൂപയായിട്ട് ഞാനിത് പാലക്കാട് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് ഡയറക്റ്റായിട്ട് കേട്ടോ. പിന്നെ ഇതെല്ലാം കുന്താൻസാണ്. ഓൾറെഡി നമ്മളിതിനെക്കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയിൽ. ഇത് എന്നാൽ കൂടി മെറ്റീരിയൽസ് എല്ലാം കൂടി ഞാൻ ഉൾപ്പെടുത്തിയതാണ്. ഇത് കുറേ ടൈപ്പ് കുന്താൻസ് ഉണ്ട്. നമ്മൾ കോമൺ ആയിട്ട് എല്ലാത്തിനെയും കുന്താൻസ് തന്നെയാണ് പറയുക. ഇതൊരു സ്റ്റാർ കുന്താനാണ്. ഇതിലെങ്ങനെ പറഞ്ഞാൽ 2 സൈഡിൽ ഹോളുണ്ട്. ഇത് സിംഗിൾ സ്റ്റോൺ കുന്താൻ, ഒരു സ്റ്റോണാണ് അതിലുള്ളത്. അതുകൊണ്ടാണ് സിംഗിൾ സ്റ്റോൺ എന്ന് പറയുന്നത്. 2 സൈഡിലും ഹോളുള്ള ടൈപ്പാണ്. ഇത് ഡബിൾ സ്റ്റോൺ കുന്താനാണ്. ഇതിൻ്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ 5 ഹോൾ ഉണ്ടാവും. നമുക്ക് 5 വരി മാലയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഇട്ട് ഓരോ ഹോളിൽ കൂടി ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ മുത്തെല്ലാം കോർത്ത് ചെയ്യുകയാണെങ്കിലും നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് 4 ഭാഗത്തും ഹോളുള്ള ടൈപ്പ് കുന്താനാണ്. സിംഗിൾ സ്റ്റോൺ കുന്താൻ തന്നെയാണ്. ഇത് വെച്ചിട്ട് നമ്മൾ നിറയെ വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് എല്ലാം ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ കുന്താൻസ് വെച്ച് ചെയ്ത ഡിസൈൻസും കാണാൻ പറ്റും. ഇതാണ് എൻ്റെ ഫേവറേറ്റ് കുന്താനാണ്. ഇതൊരു ഗ്ലാസ് ഫിനിഷുള്ള നല്ല ഭംഗിയുള്ള ഒരു കുന്താനാണ്. നമുക്കിതിൽ വേറെ ഡിസൈൻസ് ഒന്നും വേണ്ട. പ്ലെയിനായിട്ട് ചുമ്മാ അങ്ങനെ കോർത്താൽ തന്നെ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ഇത് ഒരു പീസിന് 5 രൂപ 6 രൂപ അതിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് വില വ്യത്യാസമുണ്ട്. ഇത് വേറെ ടൈപ്പ് കുന്താനാണ്. ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ ലോറിയൽസ് അറ്റാച്ച്ഡ് ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടും കിട്ടും. അപ്പോൾ ഈ സിംഗിൾ സ്റ്റോൺ കുന്താൻ്റെ പിങ്ക് കളറാണ് ഇതൊരു സെറ്റ്. ഇതുപോലെ തന്നെ ഓറഞ്ച് കളറും 2-3 സെറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ ഒരു പാക്കറ്റ് 40 രൂപയാണ് വരുന്നത്. അല്ലാതെ നമ്മൾ ബോക്സായിട്ട് ഹോൾസെയിലായിട്ട് ഞാൻ ഡയറക്റ്റ് കടയിൽ നിന്ന് പോയി വാങ്ങിച്ച സമയത്ത് 100 എണ്ണമൊക്കെയുള്ള ഒരു പാക്കിന് 80 രൂപയ്ക്ക് കിട്ടും കേട്ടോ. ഇത് സ്റ്റോണിന് പകരം അവിടെ മുത്തുള്ളതാണ്, ബീഡുള്ള ടൈപ്പാണ്. ഇത് നമ്മൾ കുന്താൻസ് തന്നെയാണ് ഇതിന് പറയുക. നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതായത് എംബ്രോയിഡറി ഡിസൈൻ എല്ലാം നമ്മൾ ഡ്രസ്സിൽ വർക്ക് ചെയ്യാനാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് തന്നെയാണ്. കുറച്ച് വലിയ സൈസ്. ഇത് 8 mm സൈസ് വരുന്നത്. ഒരു പാക്കറ്റിൽ കണ്ട 50 രൂപയാണ്. എല്ലാത്തിനും 50 രൂപ തന്നെയാണ് വരുന്നത്. കാരണം വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഒരു വെയിറ്റിനാണ് തരുന്നത്. 50 ഗ്രാം 100 ഗ്രാം അങ്ങനെയാണ് തരിക. അപ്പോൾ ഏത് സൈസ് എടുക്കുകയാണെങ്കിലും 50 ഗ്രാമിന് 50 രൂപ, അതാണ് കണക്ക്. ഇത് വേറൊരു ടൈപ്പ് കുന്താൻസ് തന്നെയാണ്. ഇതെങ്ങനെ പറഞ്ഞാൽ സിൽവർ ഉണ്ട്, അതിൻ്റെ ഗോൾഡ് കളർ ഉണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. നമ്മൾ സിൽക്ക് ത്രെഡ് ജ്വല്ലറി മെറ്റീരിയൽസ് വെച്ച് ചെയ്യുന്ന സമയത്ത് അതിലൊക്കെ ഒട്ടിക്കാനൊക്കെ ഇത് യൂസ് ചെയ്യാം. അല്ലാതെ ഡ്രസ്സിൽ നമ്മൾ എംബ്രോയിഡറി വർക്കോ അല്ലെങ്കിൽ വേറെ വർക്ക് ചെയ്യുമ്പോൾ ഇത് സെയിം സാധനം തന്നെ നമുക്ക് ഉപയോഗിക്കാം. നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ. അപ്പോൾ ഇതെല്ലാം യൂസ് ചെയ്തിട്ട് നമ്മൾ മൂക്കുത്തിയിലൊക്കെ ഞാൻ ഈ ഒരു കുന്താൻസാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ എങ്ങനെയാണ് പറഞ്ഞാൽ ബാക്ക് സൈഡ് പ്ലെയിൻ അല്ല, ഗോൾഡൻ കളറാണ് ഈ ബാക്ക് വരുന്ന ഭാഗത്ത്. പക്ഷെ അത് കുറച്ചിങ്ങനെ പൊങ്ങി നിൽക്കുന്ന ടൈപ്പാണ്. പ്ലെയിൻ ആകുമ്പോഴേ നമുക്ക് നേരെ ഒട്ടിച്ച് വെക്കാനൊക്കെ സൗകര്യം ഉണ്ടാവുക. ഇത് വേറൊരു ടൈപ്പാണ്. ഇതിൽ ഹോളുണ്ട്. നമുക്ക് ഡ്രസ്സിലും ചെയ്യാം. സിൽക്ക് ത്രെഡ് വെച്ചിട്ടുള്ള ബാംഗിൾസ് അല്ലെങ്കിൽ വേറെ ഡിസൈൻസ് നെക്ലസ് ഒക്കെ ചെയ്യുമ്പോൾ അതിലും ചെയ്യാം. ഞാനിത് വാങ്ങിച്ചെന്നേ ഉള്ളൂ, ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. നമ്മൾ ഹാഫ് ബീഡ് പോലെ നമ്മൾ സ്റ്റഡൊക്കെ ചെയ്യുമ്പോൾ അതിൽ ഒട്ടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൈപ്പ് ബീഡ് തന്നെയാണ്. ഹാഫാണ്. ഇത് ഒരു പാക്കറ്റിന് 30 രൂപയൊക്കെയാണ് വരുന്നത്. എല്ലാം ഒരുവിധം ഒരേ വില തന്നെയാണ്. എല്ലാം ഒരു പാക്കറ്റിന് 50 രൂപ 40 രൂപ ആ ഒരു റേറ്റാണ് വരുന്നത്. ഇത് 50 രൂപയാണ്. അപ്പോൾ ഇതൊരു എന്താ പറയുക ഡ്രോപ്പ് ഷേപ്പിലുള്ള ഗോപി ഷേപ്പിലുള്ള ഒരു കുന്താനാണ്. ഇത് വേറൊരു ടൈപ്പ് കുന്താനാണ്. ഈ പേപ്പർ ജ്വല്ലറി ഒക്കെ ചെയ്യുമ്പോൾ നമുക്കതിൽ ഒട്ടിക്കാനൊക്കെ ആയിട്ട് ഈ ഒരു കുന്താൻസാണ് കൂടുതൽ നല്ല ഭംഗിയുണ്ടാവും ചെയ്താൽ. അതിൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ ചെയ്യാം. ഇത് ഗ്ലാസിൻ്റെ, അത് നമ്മൾ മിറർ ഉണ്ടല്ലോ ആ ഒരു ടൈപ്പാണ്. ഇതെങ്ങനെയാണ് പറഞ്ഞാൽ ഒരു പാക്കറ്റിന് 10 രൂപയാണ്. റൗണ്ട് ഷേപ്പിലുണ്ട്, സ്ക്വയർ ഷേപ്പിലും പല ഷേപ്പിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതൊരു ഡയമണ്ട് ഷേപ്പിൽ വരുന്ന ചെറിയ സൈസുള്ള പീസുകളാണ്. ഇതെല്ലാം റേറ്റൊക്കെ ഒരേപോലെ തന്നെയാണ്. 10 ഗ്രാം 20 ഗ്രാം അങ്ങനെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇതൊരു പാക്കറ്റിന് ഇപ്പോൾ 40 രൂപയാണ്. ഇത് വേറൊരു ടൈപ്പ് കേട്ടോ. നമുക്ക് ഇതിങ്ങനെ കുന്താൻസിൻ്റെ ഒട്ടിച്ചിട്ട് അതിൻ്റെ ചുറ്റും വരുന്ന പോലെ ഇത് വെക്കാം. ഇതിങ്ങനെ ഒട്ടിച്ച ശേഷം അതിൻ്റെ നടുവിൽ സ്റ്റോണോ നമുക്ക് ഇഷ്ടമുള്ള പോലെ മുത്തോ എന്ത് വേണേലും വെക്കാം. ഇത് വേറൊരു ടൈപ്പാണ്. ഇതെങ്ങനെയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറുണ്ട്. ഇത് റെഡും വൈറ്റും കൂടി മിക്സ് ആയിട്ടുള്ള കളറാണ്. പിന്നെ അതേപോലെ തന്നെ ഗ്രീൻ മാത്രമായിട്ടുണ്ട്. ഇതിൽ 4 സ്റ്റാൻഡ് വരുന്നുണ്ട്. മറ്റേത് 2 3 സ്റ്റാൻഡ് വെച്ചിട്ടാണ് വരുന്നത്. ഇതെല്ലാം 1 മീറ്റർ 2 മീറ്റർ ആ ഒരു കണക്കിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പോൾ ജ്വല്ലറി മേക്കിന് മാത്രമല്ല, ഇതിപ്പോൾ സാരിയുടെ ഷോളിൻ്റെയൊക്കെ ബോർഡറിൽ നമുക്ക് ഈ ഇതുപോലെ ഇങ്ങനെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കാൻ പറ്റും. അത് നല്ല രസമായിരിക്കും കാണാൻ. പിന്നെ ഇതെല്ലാം ബോൾ
ചെയിനാണ്. ബോൾ ചെയിൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു ബോൾസ് അറ്റാച്ച്ഡ് ആയ പോലെയുള്ള കാണാനുള്ള ചെയിനാണ്. ഇത് 10 കളറിൻ്റെ ഇതിൽ നമുക്ക് സിംഗിൾ കളറായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇത് 10 കളറിന് ഒരു പാക്കറ്റ് 80 രൂപയാണ്. നമുക്ക് ഇതിൻ്റെ ഗോൾഡും സിൽവറും അങ്ങനെ വേറെ കളേഴ്സ് നിറയെ ഉണ്ട് കേട്ടോ. ഇത് സ്റ്റോൺ ചെയിനാണ്. അതേ ബോൾ ചെയിൻ പോലെ തന്നെ ഇതിലെങ്ങനെയാണെന്ന് പറഞ്ഞാൽ സ്റ്റോൺസ് ഉണ്ട്. ഇത് ഗ്രീൻ കളറാണ്. ഇതുപോലെ തന്നെ മൾട്ടി കളേഴ്സ് മിക്സ് ആയിട്ട് വരും. ഇത് സ്റ്റോണിന് പകരം പേൾസാണുള്ള പേൾ ചെയിൻ. ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഒട്ടിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം ബീഡ് ക്യാപ്പുകളാണ്. ബീഡ് ക്യാപ്പ് ഇതിൽ 20 പീസിന് 30 രൂപയാണ് ഈ ഒരു പാക്കറ്റിൽ. ഇതിൽ 20 ഉണ്ട്, അതിൽ 30 രൂപയാണ്. ഇതിൻ്റെ വെറൈറ്റി അത് ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. ഇത് ഞാൻ കുറച്ച് കാണിച്ചു തരാം. ഇത് വേറൊരു ടൈപ്പാണ്. ഇതെങ്ങനെയാണ് പറഞ്ഞാൽ ഇതേപോലെ തന്നെ 20 രൂപയാണ്. ഇതിൽ 20 പീസാണ് ഉള്ളത്. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസൊക്കെ സെലക്ട് ചെയ്ത് വാങ്ങിക്കാം. ഞാൻ ഈ പറയുന്ന ലിങ്കിൽ പോയിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഇത് വേറൊരു ടൈപ്പ്. ഇത് കുറച്ചുകൂടി സ്ട്രോങ് ആണ്, കട്ടിയുള്ള ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് വിലയുണ്ട്. 20 പീസിന് 40 രൂപയാണ്. പിന്നെ ഇത് വേറെ ടൈപ്പ്. നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് കുറേ കമ്മലൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബീഡ് ക്യാപ്പൊക്കെ യൂസ് ചെയ്തിട്ട് ഇത് കമ്മലിന് മാത്രമല്ല, നമ്മൾ ഈ ഒരു ബീഡ് ക്യാപ്പ് ആണെങ്കിൽ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ടാസൽസ് ഇയറിനൊക്കെയാണ് നമ്മളിത് എടുക്കുന്നത്. ഇപ്പോൾ ഷാളിൻ്റെ അറ്റത്തൊക്കെ വെക്കാൻ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഇതെങ്ങനെ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് വെച്ച ശേഷം ഇതിൻ്റെ അറ്റത്ത് ബീഡ് അല്ലെങ്കിൽ ടാസൽസ് ഏത് വേണമെങ്കിലും ഒട്ടിക്കാം. അല്ലെങ്കിൽ പോംപോമൊക്കെ ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ചിട്ട് അങ്ങനെയും ചെയ്യും. അത് നല്ല ഭംഗിയുണ്ടാവും. ഇപ്പോൾ ട്രെൻഡി ആയിട്ടുള്ള ഡിസൈൻസാണ് അതൊക്കെ. എല്ലാ ടൈപ്പ് ബീഡ് ക്യാപ്പിലും ഹോൾ ഉണ്ടാവും. ഇത് ഹോൾ ഇല്ലാത്ത ടൈപ്പ് ബീഡ് ക്യാപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്ന പോലെയുള്ള ഡിസൈൻസാണ് ചെയ്യാൻ പറ്റുക. ഇത് വേറെ ടൈപ്പാണ്. ഇത് കുറച്ച് പരന്ന ഡിസൈനാണ്. നമുക്ക് ഈ ബീഡ് ക്യാപ്പ് യൂസ് ചെയ്തിട്ട് വേറെ നെക്ലസ് പോലെയുള്ള ഡിസൈൻസൊക്കെ നിറയെ ചെയ്യാം. ഞാൻ വേറൊരു ടൈപ്പ് ബീഡ് ക്യാപ്പ് വെച്ചിട്ട് നെക്ലസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലെങ്ങനെ പറയാം, നിറയെ എതള് പോലെയുള്ളതാണ്. അപ്പോൾ ഇതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ സൈസ്, ചെറിയൊരു വ്യത്യാസത്തിലുള്ളതാണ്. ഇത് വെച്ചിട്ട് നമ്മൾ നെക്ലസും കമ്മലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് അതിൻ്റെ കമ്മൽ. അപ്പോൾ ഇതിൻ്റെ നടുവിൽ ആ റെഡ് കളർ കുന്താൻസ് ഉണ്ടല്ലോ ഫസ്റ്റ് കാണിച്ചത്, അത് ഒട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് മറ്റേ ബീഡ് ക്യാപ്പ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും ഇത് ചെയ്യാം. ഇതിൻ്റെ നല്ല ഭംഗി നമുക്ക് ഒന്നുകൂടി പരത്തുകയും ചെയ്യാം. അതുപോലെ തന്നെ ചെറുതാക്കണമെങ്കിൽ കുറച്ചുകൂടി ജിംക്കി പോലെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കങ്ങനെ പ്രസ് ചെയ്തിട്ട് അതൊന്ന് ജിംക്കി ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഇത് വേറൊരു ബീഡ് ക്യാപ്പ്. ഇതിങ്ങനെ തന്നെയാണ് ഷേപ്പ്. നമുക്ക് ഇത് പരത്താൻ പറ്റില്ല, കുറച്ച് സ്ട്രോങ് ആണ്. ഇത് പ്രസ് ചെയ്ത് പറഞ്ഞാൽ പൊട്ടിപ്പോകും. ആ ടൈപ്പാണ്. ഇത് യൂസ് ചെയ്തിട്ട് നമ്മളൊരു ജിംക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഗ്രീൻ കളർ. ഇതും സിമ്പിളായിട്ട് നമ്മൾ ജസ്റ്റ് ലോറിയൽസ് അതിൽ കോർത്തിട്ട് ഉണ്ടാക്കിയ ജിംക്കിയാണ്. ഇതേപോലെ തന്നെ നിറയെ ഡിസൈൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് ബീഡ് ക്യാപ്പുകൾ. അല്ലാതെ ചെറിയ ബീഡ് ക്യാപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇതൊരെണ്ണം. ഇതിൽ ഹോളൊന്നുമില്ല, നടുവിൽ മാത്രമേ ഉള്ളൂ. മുത്തിൻ്റെ 2 സൈഡിലും കോർക്കുന്ന പോലെ ചെയ്യുന്നതാണ് ഇതും. അതെ, ഇതെല്ലാം നല്ല ഭംഗിയുണ്ടാവും. നമ്മൾ ഓരോ ഡിസൈൻ ചെയ്യുമ്പോൾ ആ മുത്തിന് വലിപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് ഓരോ ബീഡ് ക്യാപ്പ് സെലക്ട് ചെയ്യാം. ഇത് വേറൊരു ടൈപ്പ്. നമുക്ക് സിൽക്ക് ത്രെഡൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജിംക്കി പോലെ അല്ലെങ്കിൽ വേറെ ബീഡ് ക്യാപ്പായിട്ട് തന്നെ മുത്തിൻ്റെ 2 ഭാഗത്ത് കോർക്കാനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇതിൽ സ്റ്റോൺ ഉണ്ട്, റൗണ്ടിൽ സ്റ്റോണുള്ള ടൈപ്പാണ്. ബാക്ക് സൈഡ് ഇങ്ങനെ പ്ലെയിൻ ആണ്, ഡിസൈൻ ഒന്നുമില്ല, ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഡിസൈൻ. ഇത് വേറൊരു ടൈപ്പ്. ഇതെങ്ങനെയാ പറഞ്ഞാൽ നമ്മൾ മുത്ത് ഇതിൻ്റെ ഇടയിൽ വരുന്ന പോലെ കോർക്കാം. ഇതിന് 2 അറ്റത്തും ഹോളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കോർത്തിട്ട് നടുവിൽ മുത്ത് വരുന്ന പോലെ കോർത്തിട്ട് വീണ്ടും ഇതിൻ്റെ ഉള്ളിൽ കൂടി എടുത്തിട്ട് കോർക്കുന്ന ഡിസൈൻസൊക്കെ ചെയ്യുന്നതാണ്. ഇതെല്ലാം ഓരോ പാക്കറ്റിനും 10 രൂപ 20 രൂപ അങ്ങനെയൊക്കെയാണ്. സൈസ് കുറച്ച് വലിയ സൈസൊക്കെ ആകുമ്പോൾ കുറച്ച് വില കൂടും. അങ്ങനെയൊക്കെയാണ്. പെർ പീസായിട്ട് നമുക്ക് എണ്ണി വാങ്ങിക്കാനും കിട്ടും. ഇതൊക്കെ പറഞ്ഞാൽ 40 രൂപയൊക്കെയാണ് ഒരു പാക്കറ്റിന്. ഇതെല്ലാം മുത്തുകളുടെ ഇടയിൽ കോർക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ അതിനൊക്കെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയിലൊക്കെ കോർക്കുന്ന ഡിസൈൻസാണ്. ഇപ്പോൾ ഇത് വാങ്ങിക്കുമ്പോൾ ഇത്രയും ഉണ്ടായിരുന്നു ഈ പാക്കറ്റിൽ. ഇത് 40 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. അത്രയുള്ള നമുക്ക് ചില സാധനങ്ങൾക്ക് നല്ല ചീപ്പായിട്ട് കിട്ടും. ചിലതൊക്കെ ആകുമ്പോൾ എണ്ണി വാങ്ങിക്കുമ്പോൾ അതിന് വില കൂടും. ഇത് കുറച്ച് കിലുക്കും ഉണ്ട്, സൗണ്ട് നന്നായി കിലുങ്ങുന്ന ഒരു മണികളാണ്. നമ്മൾ ഡ്രസ്സിലൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോഴെല്ലാം ഷാളിൽ ഡിസൈനൊക്കെ വരുന്നുണ്ട് അങ്ങനത്തെ മണികൾ വെച്ചിട്ട്. നമുക്കത് വെച്ചിട്ടുള്ള ജ്വല്ലറിയും ചെയ്തെടുക്കാം. ഇതെല്ലാം ചക്കിരികളാണ്. ചക്കിരി എന്ന് പറയുമ്പോൾ ആ പാക്കറ്റിലുള്ളതും ചക്കിരിയാണ്, ഇതും ചക്കിരിയാണ്. പാക്കറ്റിലാകുമ്പോൾ ഒരു പാക്കറ്റ് അങ്ങനെ വാങ്ങിക്കും 40 രൂപയായിരുന്നു. ഇതിങ്ങനെ ഒരു പീസ് 30 രൂപയാണ് ഇങ്ങനെ ഒരു പാക്കിൽ വാങ്ങിക്കാൻ. അപ്പോൾ ഇതെല്ലാം ഇതേപോലെ തന്നെ ഒരു ആൻറ്റി കളറാണ്. നമുക്കിതെല്ലാം സിൽവർ ഗോൾഡൻ കളറും അതുപോലെ തന്നെ ആൻറ്റി കളറെല്ലാം വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതെല്ലാം ചക്കിരികളാണ്. ഇതെല്ലാം ആൻറ്റി കളറിലുള്ള വേറെ ബീഡ്സ്, ബീഡ് ക്യാപ്പും പലതരത്തിലുള്ള ബീഡ്സ് എല്ലാം കിട്ടും. നമുക്കതും ഒരു വെറൈറ്റി ഡിസൈൻസ് എല്ലാം നമുക്ക് ചെയ്യുമ്പോൾ നന്നായിരിക്കും. നിറയെ മുത്തുകൾ, അത് പല ഡിസൈൻസും പല കളറിലും നമുക്ക് കിട്ടുന്നതാണ്. അതിൽ കോമൺ ആയിട്ടാണ് സിൽവർ ഗോൾഡും ഈ ആൻറ്റി കളേഴ്സും വരുന്നത്. ഇതെല്ലാം കുറച്ച് വലിയ സൈസ് മുത്താണ്. നമ്മൾ ഇതിനെയെല്ലാം കട്ട് ബോൾസ് എന്ന് പറയും. ഇതിൻ്റെ മേലെയെല്ലാം ഇങ്ങനെ കട്ടിങ്സ് ഉള്ളത് കൊണ്ടാണ്. ഇതെല്ലാം പല സൈസിലുള്ള, അതായത് പല ഡിസൈനിലുള്ള പല വലുപ്പത്തിലും കിട്ടുന്ന ഗോൾഡൻ കളർ ബീഡ്സാണ്. അപ്പോൾ ഇതിനെല്ലാം ഓരോ മുത്തിന് നമ്മൾ എണ്ണി വാങ്ങിക്കെങ്കിൽ ഒരെണ്ണത്തിന് തന്നെ 6 രൂപ 7 രൂപ അങ്ങനെയൊക്കെ വരും. ഇപ്പോൾ ഇതെല്ലാം ഒരെണ്ണത്തിന് 4 രൂപ, അതിൽ ചെറിയ സൈസ് ആകുമ്പോൾ 2 അങ്ങനെയൊക്കെ വരും. അപ്പോൾ ഇത് ഈ പാക്കറ്റിലൊക്കെ വരുന്നതിന് 30 രൂപ, ഇങ്ങനെ ഒരു പാക്കറ്റ് വാങ്ങിക്കാൻ 30 രൂപ. അങ്ങനെ നമ്മൾ ഓരോ പാക്കറ്റിനും വില വ്യത്യാസമുണ്ട്. ഇത് കുറച്ച് ക്വാളിറ്റി കുറഞ്ഞതാണ്. ഞാനിങ്ങനെ ഒറ്റ പാക്കറ്റ് വാങ്ങിക്കുമ്പോൾ ഇതിന് 40 രൂപയായിരുന്നു. ഇത് 25 രൂപയാണ് ഇങ്ങനെ സ്റ്റോൺ വരുന്നത്. നമുക്കിത്
മാലയെല്ലാം കോർക്കുമ്പോൾ യൂസ് ചെയ്യുന്ന പോലെ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ കോർക്കാൻ ഹോളുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇത് വേറൊരു ടൈപ്പ് ബോൾസാണ്. ഇതും ഇതുപോലെ തന്നെ ഒരു പാക്കറ്റ് വാങ്ങിക്കാൻ, അല്ലെങ്കിൽ ഒന്നിന് 1 രൂപ 2 രൂപ ആ ഒരു റേറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത് വേറൊരു ടൈപ്പ് ഗോൾഡൻ കളർ ബീഡ്സാണ്, ബെൽ ഷേപ്പ് വരുന്ന പോലെ അങ്ങനെ കുറച്ച് നീണ്ടിട്ടുള്ളത്. ഇതെല്ലാം നമ്മുടെ വൈറ്റ് കളർ പേഴ്സാണ്. നമ്മളിതിങ്ങനെ വാങ്ങിക്കുമ്പോൾ 12 സ്ട്രാൻഡ്സ് ഉള്ള ഓരോ ബണ്ടിലായിട്ടായിരിക്കും നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ അത്രയും വാങ്ങിക്കാൻ തന്നെ 100 രൂപ 150 രൂപ അത്രയൊക്കെയാണ് റേറ്റ് വരുന്നത്. നമ്മൾ ഓരോ സ്റ്റാൻഡായിട്ട് വാങ്ങിക്കുമ്പോൾ ക്വാളിറ്റി കൂടുന്നതനുസരിച്ചിട്ട് എണ്ണി വാങ്ങിക്കുമ്പോൾ അതിന് വില കൂടും. ഇതെല്ലാം ഗോബി ഷേപ്പുള്ള ഡ്രോപ്പ് ഷേപ്പുള്ള വൈറ്റ് ബീഡ്സാണ്. അപ്പോൾ ഇതിനെല്ലാം ഒരു പാക്കറ്റിന് 10 രൂപ, കുറച്ച് വലിയ സൈസ് ആകുമ്പോൾ 20 രൂപ, അതൊക്കെയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഏത് ടൈപ്പ് വാങ്ങിക്കണമെങ്കിലും അതിനൊക്കെ എണ്ണത്തിനനുസരിച്ചിട്ട് ഈ മുത്തിനൊക്കെ വരുന്നത് കേട്ടോ വില. അപ്പോൾ ഇതെല്ലാം വേറെ ടൈപ്പാണ്. ഇപ്പോൾ എങ്ങനെ നോക്കി, ഇതിൽ ഒരു 30 പീസുള്ള ഒരു പാക്കറ്റിന് 20 രൂപയാണ്. നമ്മൾ ഇതിൽ 4 കളറാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ല. ആ ഒരു പിങ്ക് പോലുള്ള ആ ഷെയ്ഡ് ഉണ്ടല്ലോ, അത് മാത്രം യൂസ് ചെയ്തിട്ട് ഒരു ബ്രേസ്ലെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇതെല്ലാം നല്ല ഭംഗിയുള്ള ബീഡ്സാണ്. പിന്നെ ഇത് കുറച്ചുകൂടി ചെറിയ സൈസാണ്. ഇതിന് ഇതുപോലെ തന്നെ ഞാൻ പറയാം, നമ്മളിങ്ങനെ ബണ്ടിലായിട്ടാണ് വാങ്ങിക്കുക. അപ്പോൾ ഇതിൽ 12 സ്ട്രാൻഡ്സ് ഉണ്ട്. വൈറ്റ് കളർ മുത്തുകളൊക്കെ ഞാൻ യൂസ് ചെയ്തു. ഇതൊന്നും എടുത്തിട്ടില്ല, വാങ്ങിച്ച് അങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് വാങ്ങിച്ച് ഇങ്ങനെ കിട്ടുമ്പോൾ ഇത്രയും കോർത്ത് കഷ്ടപ്പെടേണ്ട, നമുക്ക് ഇതിന് തന്നെ ഇങ്ങനെ ചെയ്ത് നല്ല വലിയ നിറയെ വരികളുള്ള മാലയായിട്ട് ഇങ്ങനെ ചെയ്യാൻ. അറ്റത്ത് ഹുക്ക് മാത്രം വെച്ച് കൊടുത്താൽ മതി. ഇത് പിങ്കിനേക്കാൾ കുറച്ചുകൂടി ചെറിയ സൈസ് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ 80 രൂപ 90 രൂപ അതൊക്കെയാണ് റേറ്റ് വരുന്നത്. ഇതുപോലെ ഒരു ബണ്ടിലായിട്ട് വാങ്ങിക്കാൻ തന്നെ നമ്മൾ കടയിൽ പോയിട്ട് ഇതുപോലെ ഒരു സ്റ്റാൻഡ് വാങ്ങിക്കാൻ 80 രൂപ വരും. കാരണം ഇത് കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ളതാണ്, കുറച്ച് വെയിറ്റുള്ള ടൈപ്പാണ്. ഇതിൻ്റെ തന്നെ വേറെ കളറാണിത്, ബ്ലൂവും പിന്നെ ഒരു ഇതുണ്ട്, ഒരു പർപ്പിൾ കളറ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു മാല ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഈ 3 കളറും ഒരേ വെറൈറ്റി വരുന്ന ഒരേ ക്വാളിറ്റി ഉള്ള മുത്തുകളാണ്. കുറച്ച് കളറ് ഡിമ്മായി തോന്നുമെങ്കിൽ അത് കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള മുത്തായിരുന്നു. ഇത് പലതരം മുത്തുകൾ ഞാൻ യൂസ് ചെയ്തതിൻ്റെ ബാക്കി വരുന്നതും കുറച്ച് എല്ലാം കൂടി ഒരു ഡപ്പിലിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എല്ലാം നമുക്ക് വാങ്ങിക്കുമ്പോൾ. ഇത് കുറച്ച് വെയിറ്റുള്ള ടൈപ്പാട്ടോ. വെയിറ്റുള്ള ടൈപ്പൊക്കെ ആകുമ്പോൾ കുറച്ച് വില കൂടും. ഇത് വേറൊരു ടൈപ്പ്, നമ്മൾ സിമ്പിളായിട്ട് ബ്ലാക്ക് ത്രെഡ് ഉണ്ടല്ലോ, ചരട്, അതിലൊക്കെ കോർത്ത് ചെയ്യുന്ന ആ ഡിസൈൻസൊക്കെ ചെയ്യാൻ പറ്റിയ മുത്തുകളാണിതെല്ലാം. ഇതാണ് ഗ്ലാസ് ബീഡ്സ്, നല്ല പിങ്ക് കളർ. ഞാൻ ഈ ഒരു ഷെയ്ഡ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. ഇത് വെച്ചിട്ട് നമ്മളൊരു ബ്രേസ്ലെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു പാക്കറ്റിന് 40 രൂപ 50 രൂപ ആ റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു പിങ്ക് ഉണ്ടല്ലോ ഡാർക്ക്, ഇത് വെച്ച് ചെയ്തത്. ഇത് ബ്രേസ്ലെറ്റ് നല്ല അടിപൊളിയാണ്. ചെയ്ത് കഴിഞ്ഞപ്പോൾ നിറയെ നല്ല കമൻസ് എല്ലാം വന്ന ഡിസൈനായിരുന്നു ഇത് ചെയ്തപ്പോൾ. പിന്നെ കുറച്ച് ക്രിസ്റ്റൽസ് നോക്കാം. ഇത് ഗോപി ഷേപ്പുള്ള ഡ്രോപ്പ് ഷേപ്പ് വരുന്ന റെഡ് കളർ ക്രിസ്റ്റൽസാണ്. ഇത് ഒരു പാക്കറ്റിൽ 20 ഉണ്ട്, 40 രൂപയാണ്. അല്ലാതെ നമ്മൾ കടയിലൊക്കെ പോയിട്ട് സാധാരണ ഞാൻ വാങ്ങിക്കുമ്പോൾ ഒരെണ്ണത്തിന് ഇപ്പോൾ 1 രൂപ 2 രൂപ അങ്ങനെ എണ്ണി വാങ്ങിക്കുക ചെയ്യുക. അതിപ്പോൾ ഹോൾസെയിൽ വിലയിലാണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ പറഞ്ഞ ലിങ്കിൽ പോയി വാങ്ങിക്കുകയാണെങ്കിൽ കേട്ടോ. എനിക്ക് ഡിസ്കൗണ്ട് ഒന്നും കിട്ടിയില്ല, ഞാൻ ഫുൾ എമൗണ്ട് കൊടുത്തിട്ട് തന്നെയാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഒരു 4 കളർ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെയാണ് പർപ്പിൾ, ഓറഞ്ചും റെഡ്, ബ്ലൂ ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ഇനി ഓരോ ഡിസൈൻ ചെയ്യുമ്പോഴും നമുക്ക് ഓരോ കളർ എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ ഇത് വേറൊരു ടൈപ്പാണ്. ഈ ഒരു സ്റ്റാൻഡിന് മാത്രം 100 രൂപയാണ്. കാരണം കുറച്ച് നല്ല ഷൈനിങ് ഉള്ള ക്വാളിറ്റിയുള്ള ക്രിസ്റ്റൽസാണ്, കുറച്ച് വെയിറ്റും ഉണ്ട് നമ്മൾ പിടിക്കുമ്പോൾ. മറ്റേ ക്രിസ്റ്റൽസൊക്കെ പറഞ്ഞാൽ വെയ്റ്റ്ലെസ് ആണ്. ഇതൊക്കെ കണ്ടോ, വെയ്റ്റ്ലെസ് ആണ്. 40 രൂപയാണ് ഈ ഒരു പാക്കറ്റിന്. നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള ക്രിസ്റ്റലാണ് പറഞ്ഞാൽ ഇത്രയും ഉള്ള ഒരു ഇത്രയും മുത്ത് വാങ്ങിക്കാൻ തന്നെ ഒരു 80 രൂപ 100 രൂപയൊക്കെ ആവും. ഇത് കണ്ടു, ഇത് പല കളേഴ്സും ഞാൻ ഒരു ഡപ്പിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ കുറച്ചുകൂടി നല്ല ക്വാളിറ്റിയുള്ള ക്രിസ്റ്റൽസാണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഷൈനിങ് ഉണ്ട്. നമ്മൾ ഓരോ ഡിസൈൻ ചെയ്താലും അത് നല്ല ഭംഗിയുണ്ടാവും കാണാനും. ഇപ്പോൾ 2mm സൈസ്, 4mm സൈസ്, അങ്ങനെ സൈസ് വലുതാവും തോറും അതിന് വിലയും കൂടും. ഈ വൈറ്റിനെ കണ്ടോ ഒരെണ്ണത്തിന് 1 രൂപ അങ്ങനെയൊക്കെയാണ്. കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള ക്രിസ്റ്റൽസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ക്രിസ്റ്റൽസ് യൂസ് ചെയ്തിട്ട് നിറയെ ഡിസൈൻസ് ചെയ്തിട്ടുണ്ട്. അതിലൊരു മാലയാണ് ഇത്. ഇത് വേറൊരു ആണ്. നമ്മൾ ക്രിസ്റ്റൽസ് വെച്ചിട്ട് ചെയ്യുന്നതിന് നല്ല ഒരു പ്രത്യേക നല്ല ഷൈനിങ് അല്ലേ, നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ഇതെല്ലാം സ്റ്റോൺ ബോൾസ് ആണ്. കളർ ബോൾസ് ഉണ്ട്, കളറുള്ള സ്റ്റോൺസ് ഉള്ളത്. പിന്നെ എന്താ പറയുക, സിമ്പിളായിട്ട് പ്ലെയിൻ കളറുള്ളതുണ്ട്. 6 പീസിന് 15 രൂപയാണ്. അപ്പോൾ ഇത് ഗോൾഡൻ കളർ ബോൾസ് വെച്ച് ചെയ്തിരിക്കുന്ന ഒരു മാലയാണ് കേട്ടോ. അത് ചെയ്തിട്ട് കുറച്ച് നാളായി, വീഡിയോ ഉണ്ട്, കാണാത്തവർ. ഇത് അതിൻ്റെ കുറച്ച് വലിയ സൈസുള്ള ബോളാണ്. ഇതെല്ലാം ലോറിയൽസ്. ഈ ലോറിയൽസ് തന്നെയാണ് നമ്മൾ മലയാളത്തിൽ ഗുങ്കുരു എന്ന് പറയുന്നത്. ഇത് ബ്ലൂ, ബ്ലാക്ക് അങ്ങനെ നിറയെ കളേഴ്സിൽ നമ്മൾ അതും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഡിസൈൻ ചെയ്യാൻ നമ്മൾ പാദസരമൊക്കെ ചെയ്യുന്ന ഡിസൈനിലൊക്കെ ഇതിട്ടിട്ടുണ്ട്. ഇത് വേറൊരു ടൈപ്പ് ഞാൻ കുന്തൻസ് കാണിക്കുമ്പോൾ കാണിച്ചിരുന്നു. ഈ ഒരു ടൈപ്പ് കുന്തൽ നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ട് കിട്ടുന്നതാണ് ഗുങ്കുരു എല്ലാം. ഇത് ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ലോറിയൽസ് വെച്ചിട്ടുള്ള ചെയ്ത ഒരു നെക്ലസ്സാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള, എന്താ പറയുക, ഒരു പ്രത്യേക നല്ല ഭംഗിയാണ് ഈ കുങ്കുരു എല്ലാം യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഹെഡ് പിന്ന്, ഐ പിന്ന് അങ്ങനെയുള്ള
പിന്നുകളാണ് കേട്ടോ. ഇതെല്ലാം ഒരു പാക്കറ്റിന് 25 രൂപ. ഈ ഒരു പാക്കറ്റിന് 25 രൂപയാണ്. 25 ഗ്രാമിന് ഒക്കെ നമ്മൾ വെയിറ്റിനാണ് വാങ്ങിക്കുന്നത്. 25 ഗ്രാമിന് 25 രൂപ. ഇത് ഹെഡ് പിന്നാണ് കേട്ടോ. ഹെഡ് പിൻ എന്ന് പറയുമ്പോൾ കാണാൻ മൊട്ടുസൂചി പോലെ ഇരിക്കും. ഇത് ഐ പിന്നാണ്. കാരണം ഇതിൻ്റെ ഒരു ഭാഗത്ത് ഒരു ലൂപ്പ് ഉണ്ടാവും ഓൾറെഡി. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. വിലയെല്ലാം സെയിം ആണ്. അപ്പോൾ നമ്മൾ ഇതാണ് കോമൺ ആയിട്ട് എല്ലാ ജ്വല്ലറി മേക്കിങ്ങിനും നമ്മൾ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് ഇയർ ഹുക്കാണ്. ഇതും 20 ഗ്രാമിന് 25 രൂപ. നമ്മൾ ഇതുപോലെ ഒരു സെറ്റ്, അത് ഒരു പെയർ വാങ്ങിക്കുകയാണെങ്കിൽ 5 രൂപയൊക്കെ ആവും. ഇത് ഹോൾസെയിലായിട്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഗ്രാം വെയിറ്റിനനുസരിച്ചിട്ട് വാങ്ങിച്ചാൽ മതി. ഇതെല്ലാം അതിൻ്റെ സിൽവർ കളറാണ്. ഇത് ജമ്പ് റിംഗ് ആണ്. ജമ്പ് റിംഗ് എന്ന് പറയുന്നത് നമ്മൾ വട്ടക്കണ്ണി ഉണ്ടല്ലോ, അത് തന്നെയാണ്. അതും ഗോൾഡൻ കളർ സിൽവർ കളറൊക്കെ നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ എല്ലാ ഡിസൈനിലും യൂസ് ചെയ്യുന്നത്. ഹുക്ക് ഇതെല്ലാം ഒരു പാക്കറ്റിന് 10 രൂപ 20 രൂപ അങ്ങനെയൊക്കെയാണ് വില വരുന്നത്. ഇത് ഗിയർ ലോക്കാണ്. ഞാൻ വാങ്ങിക്കുമ്പോൾ ഈ ഒരു പാക്കറ്റ് ഫുള്ളായിട്ടുണ്ടായിരുന്നു. അതിന് 10 രൂപയാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ ഗോൾഡൻ കളറും ഉണ്ട്. അപ്പോൾ നമ്മൾ ഗിയർ വയറും ഗിയർ ലോക്കും കൂടി കോംബോ ആയിട്ട് ഫ്ലിപ്കാർട്ടിലെല്ലാം കിട്ടും. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ 10 രൂപയോ 20 രൂപയോ എന്തോ ആയിരുന്നു കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഇതെല്ലാം നമ്മൾ മാല ഉണ്ടാക്കാൻ വേണ്ടി കോർക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വയേഴ്സാണ്. അതാണ് ഗിയർ വയർ എന്ന് പറയുന്നത്. ഗിയർ വയർ എന്ന് പറയുമ്പോൾ കുറച്ച് സ്ട്രോങ് ആയിരിക്കും. അതിൻ്റെ ഉള്ളിൽ ഒരു മെറ്റൽ കോട്ടിംഗ് ഉള്ള ഒരു വയറാണ്. അപ്പോൾ നമുക്ക് മാല കോർക്കാൻ ഇതെല്ലാം വേണമെന്നൊന്നുമില്ല. സിമ്പിളായിട്ട് നമ്മൾ സാധാരണ കോട്ടൺ ത്രെഡ് ഉണ്ടല്ലോ, നൂല്, അത് വെച്ചിട്ട് കോർത്താലും മതി. പിന്നെ ഒരു എന്താ പറയുക, ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി കാണാൻ നല്ല ഭംഗിയുണ്ടാവും, സ്ട്രോങ് ആയിരിക്കുകയും ചെയ്യും. ഇതെല്ലാം 100 മീറ്ററിന് അങ്ങനെയൊക്കെ വാങ്ങിക്കുന്നതാണ്. ഇത് ഒരു മെറ്റൽ വയറാണ്. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ 73 രൂപയ്ക്ക് ആയിരുന്നു ഞാൻ വാങ്ങിച്ചത്. കാരണം 73 രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത്. 0.4 mm സൈസ് വരുന്ന തിക്നെസ്. അതിൻ്റെ തിക്നെസ് കൂടിയതും കുറഞ്ഞതൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഗോൾഡൻ കളറ് മെറ്റൽ വയർ തന്നെയാണ്. ഇത് യൂസ് ചെയ്തിട്ട് ചെയ്ത ഒരു സ്റ്റഡാണ് ഇത്. കമ്മൽ നമുക്ക് ഇതുപോലെ ഡിസൈൻ ചെയ്യാനും അല്ലാതെ ഇങ്ങനെ നൂൽക്കമ്പി കെട്ടി ചെയ്യുന്ന ഡിസൈൻസിനൊക്കെ ഇതുപോലെയുള്ള ഗോൾഡൻ കളർ വയർ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇത് കോട്ടൺ ത്രെഡാണ്. ഇതിലിങ്ങനെ 6 സ്ട്രാൻഡ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കട്ടിയില്ലാത്ത യൂസ് ചെയ്യുന്നതിനൊക്കെ അതിൽ പിരിച്ചെടുത്തിട്ടൊക്കെയാണ് ചെയ്യാറ്. ഇത് നമ്മുടെ ഫിഷിംഗ് വയറുണ്ടല്ലോ, അത് തന്നെയാണ്, കട്ടി കുറഞ്ഞതാണ്. ഇതും പല കട്ടിയിലും കിട്ടും നമുക്ക്. നൂല് ഈ സൂചിയിൽ കോർക്കാൻ പറ്റുന്ന സൈസ് നോക്കിയിട്ടാണല്ലോ വാങ്ങിക്കിയത്. എലാസ്റ്റിക്കാണ്. അത് അത്രയ്ക്ക് ക്വാളിറ്റി പോരാ. നമ്മൾ ഇങ്ങനത്തെ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ബ്രേസ്ലെറ്റിന് മാലയ്ക്കൊക്കെ ആകുമ്പോൾ ഇതുപോലുള്ള എലാസ്റ്റിക്കിൽ കോർക്കുകയാണെങ്കിൽ ഹുക്കൊന്നും വെക്കേണ്ട, ഡയറക്റ്റ് കോർത്തിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടിട്ടാൽ മാത്രം മതിയാവും. ഇത് ഇത്രയും ഒരു ബണ്ടിൽ വാങ്ങിക്കാൻ 100 രൂപയായിരുന്നു വില വന്നത് കേട്ടോ. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്ലൂ ആണ്. ഇത് സിൽക്ക് ത്രെഡിനും അല്ലാതെ പേപ്പർ ജ്വല്ലറിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഫാബ്രിക് ആണ് യൂസ് ചെയ്യുക. ഫെവി ക്രില്ലാണ് കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത്. പിന്നെ ഫെവി ബോണ്ട് നമ്മൾ മെറ്റൽ പീസിൽ അത് കമ്മലൊക്കെ ഒട്ടിക്കാനും അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഫെവി ബോണ്ട് യൂസ് ചെയ്യുക. പിന്നെ കട്ടറും പ്ലെയറൊക്കെ നമുക്ക് ആവശ്യമുള്ളത്. സാധാരണ കത്രിക ഉപയോഗിച്ചാൽ മതി. അല്ലാതെ നമ്മൾ ഐ പിന്ന്, ഹെഡ് പിന്ന് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കട്ടർ ആവശ്യമുള്ളത്. പിന്നെ ഇത് പ്ലെയർ ആണ്. ഇത് കോമൺ ആയിട്ടുള്ള ഒരു 45 രൂപയ്ക്കൊക്കെ കിട്ടുന്ന പ്ലെയർ ആണ്. ഈ ഒരു പ്ലെയർ പറഞ്ഞാൽ അറ്റം കണ്ടോ അങ്ങനെ റൗണ്ട് ആയിരിക്കും. നമ്മൾ ലൂപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലെയർ ആണ്. പിന്നെ ഇത് നോസ് ബെൻഡാണ് കേട്ടോ. അതിൻ്റെ അറ്റം ബെൻഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ബെൻഡ് നോസ് പ്ലെയർ പറയും. മറ്റേത് റൗണ്ട് നോസ് പ്ലെയർ ആണ്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് വൺ നമ്മൾ കാണിക്കുന്നതിൽ. ജ്വല്ലറി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാനിതിങ്ങനെ വെച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. പക്ഷേ ഇതിൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്ന അതിൽ ലുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് അധികം യൂസ് ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ മെറ്റീരിയൽസിൻ്റെയൊക്കെ കുറച്ചൊക്കെ നോക്കിക്കഴിഞ്ഞു. എൻ്റെ കയ്യിലുള്ളത് എനിക്ക് അറിയുന്നതെല്ലാം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്. നിങ്ങളുടെ ഒരുപാട് പേർക്ക് ഡൗട്ട്സ് ഉണ്ടായിരുന്നു, അതൊക്കെ മാറിയിട്ടുണ്ടാവും. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സ് ചെയ്ത് ചോദിക്കുക. അതിനെപ്പറ്റി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. പിന്നെ ഇതെല്ലാം ചുമ്മാ ഞാൻ ഇട്ടതാണ്. ഇത് ബാംഗ്ലൂർ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലുള്ള ഒരു ഷോപ്പിൽ പോയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ നിങ്ങളുടെ കൂടെ ഒന്ന് ഷെയർ ചെയ്യുന്നു. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ, യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് എല്ലാം എഴുതി അറിയിക്കുക. പിന്നെ എന്തെങ്കിലും കൂടുതലായിട്ട് അറിയാനുണ്ടെങ്കിൽ, എന്തിനെങ്കിലും പറ്റി അറിയാനുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ വീഡിയോ അവിടെ അവസാനിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ, താങ്ക് യു. പിന്നെ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത്, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ, ടാറ്റാ, ബൈ, താങ്ക് യു.